ഇതേപോലൊക്കെ നല്ല വൃത്തിയാവണം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റോസും ഇതേപോലെ നിറച്ച് പുഷ്പിച്ച് നിൽക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ ക്വാളിറ്റിയിൽ തന്നെയുള്ള പൂക്കൾ കിട്ടാനായിട്ട് നമുക്ക് കുറേ പൊടിക്കൈകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അന്നേരം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ഗാർഡനിൽ നമ്മൾ കൊടുത്ത വളവും അതേപോലെ തന്നെ നമ്മൾ കൊടുത്ത കീടനാശിനികളും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് വളർത്തിയെടുത്ത് നമ്മളെ സ്വന്തം റോസ് തന്നെ മണ്ട നന്നായിട്ട് കട്ട് ചെയ്ത് നമ്മൾ പറയുന്ന നമ്മളെ ചാനലിലൊക്കെ കാണുന്ന നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാവുന്നതാണ്. നമ്മളെ ചാനലിൽ നമ്മളെ വീട്ടിലുള്ള നഴ്സറികളിലുള്ള ചെടികൾ, നമ്മളെ വീട് നഴ്സറി ഒന്നാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അന്നേരം നമ്മളെ നഴ്സറിയിൽ നമ്മൾ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് വളമൊക്കെ കൊടുത്ത് മരുന്നൊക്കെ അടിച്ച് നല്ല കിഡിലുമായിട്ട് വളർത്തിയെടുത്ത പ്ലാന്റുകൾ ഇപ്പം സെയിലിന് കൊണ്ടുവന്ന് വെച്ച വീഡിയോ ആണ് നമ്മളിപ്പം കാണുന്നത്. അന്നേരം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിക്കാനായിട്ട് മാക്സിമം ഷെയർ ചെയ്യണം. ഒരുപാട് ആളുകളുടെ സംശയമാണ് ഇല മഞ്ഞളിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും. അതായത് ഫംഗസിൻ്റെ പ്രശ്നം കൊണ്ടും ഇല മഞ്ഞളിപ്പ് വരാം. അതേപോലെ തന്നെ മണ്ണിലുള്ള ചില എലമെൻസിൻ്റെ കുറവ് മൂലവും അങ്ങനെ വരാം. അതായത് ഡെഫിഷ്യൻസി ഓഫ് ബോറോൺ, അതേപോലെ തന്നെ ഈ ബോറോണിൻ്റെ കുറവ്, അതേപോലെ തന്നെ ചില മാംഗനീസ്, സിങ്ക്, അങ്ങനെ പല മൂലകങ്ങളുടെ കുറവ് കൊണ്ടും ഇങ്ങനെ വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അന്നേരം ചിലപ്പം പരമാവധി റോസിന് കൂടുതലായിട്ട് ഈ അറ്റം, ഈ ഇലയുടെ അറ്റം ചുരുണ്ട് പോവുക, അതേപോലെ തന്നെ ചെറിയതായിട്ട് കരിച്ചിൽ പോലെ വരിക, അങ്ങനെയുള്ളതിന് ബോറോണിൻ്റെ അംശം കുറവുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം. ബൊറാക്സ് എന്ന് പറയുന്ന മെഡിസിനൊക്കെ ലൈറ്റായിട്ടൊന്ന് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെടുത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മെഗ്നീഷ്യം ലൈറ്റായിട്ട് 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു 2-3 ഗ്രാം ഇടുക. നല്ല വൃത്തിയാവണ്ണം കലക്കിയിട്ട് അതും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇലയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നല്ലതാണ്. അത് പച്ചപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് മെഗ്നീഷ്യം യൂസ് ചെയ്യാം. അത് എപ്സം സാൾട്ട് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാം. അതേപോലെ തന്നെ കണ്ടില്ലേ, ഇത് നമ്മളെ ഗാർഡനിൽ മറ്റുള്ളവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് കട്ട് ചെയ്തിട്ട് റെഡി ആയില്ലെങ്കിൽ എടുത്ത് കളയുന്നതാണ്. നമ്മളെ ഗാർഡനിൽ കൊച്ചു കവറിനകത്ത് ചട്ടിയിലോട്ട് മാറ്റി പ്രൂൺ ചെയ്ത് വളം, DAP വളം കൊടുത്ത്, അതേപോലെ തന്നെ ഫാക്ടംബോസും 15 ദിവസം കൂടുമ്പോൾ മാറി തിരിഞ്ഞും കൊടുത്ത്, എല്ലുപൊടി, വേപ്പിനൊക്കെ ചാണകപ്പൊടിയും ഒക്കെ കൊടുത്ത് വളർത്തിയെടുത്ത് നമ്മളെ ചാനലിൽ പറയുന്ന രീതിയിൽ വളർത്തിയെടുത്ത പ്ലാന്റുകളിൽ നിന്നും ഏകദേശം ഒരു 12,000 ചെടി മാറ്റിയിട്ട് അതിനകത്തുനിന്ന് പുതിയ മൊട്ട്, അതേപോലെ തന്നെ നല്ല തളിരുള്ള പ്ലാന്റുകളും തിരഞ്ഞെടുക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു സംശയമാണ് 15 ദിവസം കൂടുമ്പോൾ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വളവും മരുന്നും ഒരുമിച്ചാവില്ലേ എന്നുള്ളത്. ശ്രദ്ധിക്കുക, വളം അതായത് മേൽമണ്ണിൽ വളം കൊടുക്കുന്ന സമയത്ത് നമുക്ക് പ്രൂൺ ചെയ്ത് മുകൾ ഭാഗത്ത് മരുന്ന് അടിച്ചു കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതായത് ഒരു വളവും ഒരു മരുന്നും ഒരു സമയത്ത് തന്നെ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മളെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഒരുപാട് സ്ഥിരം കാണുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. അന്നേരം മണ്ടകൾ ക്രോപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മൂട്ടിൽ വളം കൊടുക്കാവുന്നതാണ്. അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് ഇൻഡോഫില്ലം 45 എന്ന് പറഞ്ഞ പൊടി. അതേപോലെ തന്നെ റീവ അല്ലെങ്കിൽ ടഫ്ഗർ എന്നറിയപ്പെടുന്ന മെഡിസിൻ, അത് ഇൻസെക്ടിസൈഡാണ്. ഇൻഡോഫിൽ എന്ന് പറയുന്നത് ഫംഗിസൈഡാണ്. അത് നല്ല വൃത്തിയാവണ്ണം 1 ലിറ്റർ വെള്ളത്തിനകത്ത് 1 ടേബിൾ സ്പൂൺ ഇട്ട് നല്ല വൃത്തിയാവണ്ണം കലക്കിയിട്ട് ഇന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇൻസെക്ടിസൈഡ് കൊടുക്കാവുന്നതാണ്. അന്നേരം ഇന്ന് നമ്മൾ ഫംഗിസൈഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂട്ടിൽ എല്ലുപൊടി, വെപ്പിനൊക്കെ ചാണകപ്പൊടി പോലുള്ള വളങ്ങൾ കൊടുക്കാം. 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻസെക്ടിസൈഡ് അടിക്കുന്ന സമയത്ത് ലൈറ്റായിട്ട് ഫാക്ടംബോസ് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ DAP വളം കൊടുക്കാം. ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ശാസ്ത്രീയ വശം. ഇത് കണ്ട ഏകദേശം ഒരു 2000-2500ഓളം ചെടി നമ്മളിവിടെ പഴയ വരുന്ന പ്ലാന്റുകൾ മണ്ട വെട്ടി കളഞ്ഞതിന് ശേഷം വീണ്ടും പ്രൂൺ ചെയ്ത്, മണ്ട വെട്ടിക്കളയെന്ന് പറഞ്ഞാൽ പ്രൂൺ ചെയ്തതിന് ശേഷമായിട്ട് പുതിയ തളിർപ്പ് വന്ന പ്ലാന്റുകൾ നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് ചെറിയ അർവാനയ്ക്കകത്ത് എടുത്ത് നമ്മൾ മെയിൻ ഇപ്പോഴത്തെ പുതിയ നഴ്സറിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് ഈ കാണുന്നത്. അത് അട്ടിയിട്ട് പതുക്കെ ഒരുപാട് ഒടിയാതെ തന്നെ നമുക്ക് പ്ലാന്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. പ്രത്യേകിച്ച് നഴ്സറിക്കാർ, അതേപോലെ തന്നെ പുതിയ നഴ്സറിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേർക്ക് ഉള്ള സംശയങ്ങളാണ് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും. അന്നേരം അവർക്കായിട്ടും അതേപോലെ തന്നെ നമുക്ക് ബൾക്കായിട്ട് വീട്ടിലൊക്കെ റോസ് ഗാർഡൻ ചെയ്യണം എന്ന് തോന്നുന്ന ഒരുപാട് പേരുകൾക്കും
അതേപോലെ തന്നെ ഒരുപാട് പേര് റോസ് കണ്ടിട്ടില്ല. ഇപ്പം തന്നെ ഇതിനകത്തൊരു മണ്ട ഒടിഞ്ഞതാണ്. ഇപ്പോൾ വരുന്ന വഴിക്ക് തന്നെ എവിടെയോ തട്ടി ഒടിയോ അല്ലെന്നുണ്ടെങ്കിൽ ആളുകളുടെ സാരിയിൽ കുരുങ്ങി ഒടിയുക, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ നഴ്സറിയിൽ സ്ഥിരം കാണുന്നതാണ്. അന്നേരം അവിടെ വെച്ച് അടുത്ത ബ്രാഞ്ച് വരും എന്ന് മാത്രം കരുതുക. അതിനുവേണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക. മാക്സിമം ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ്. പോകുന്ന വഴിക്കൊക്കെ വരുമ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ പൂ ഒടിച്ചുകൊണ്ട് പോയാലുള്ള ഒരു ഭയങ്കര വിഷമമാണ്. സംഭവം എല്ലാം മനസ്സിലാവും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളൂ. ഓക്സിജൻ ഹോർമോണുണ്ട്, അവിടെ വെച്ച് ബ്ലോക്ക് ആവും. സൈഡിൽ നിന്ന് അടുത്ത ബ്രാഞ്ചുകൾ പൊണ്ടും. പണ്ട് നമ്മൾ ചെറി ട്രീ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അന്നേരം ആട് പോയി ഇതുപോലെ പ്ലാന്റിനകത്ത് കടിക്കുന്നതും പുതിയ ശിഖരങ്ങൾ പൊട്ടിക്കളിച്ച് വരുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അന്നേരം ഇങ്ങനെയാണ് റോസിനെ നമ്മൾ പ്രൂൺ ചെയ്യുക. ഒരു രക്ഷയില്ല. പ്രൂൺ ചെയ്തെങ്കിൽ മാത്രമേ പ്ലാന്റ് നന്നായിട്ട് കയറി വരത്തുള്ളൂ. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനം നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം റോസിനെ വയ്ക്കാനായിട്ട്. സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റ് നന്നായിട്ട് വളരാനും പൂവിടാനും അത് സാധ്യമാവത്തുള്ളൂ. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. അന്നേരം ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങളും ഒക്കെ നമുക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അത് നമ്മൾ കാണുന്ന പക്ഷം നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതേപോലെ നിങ്ങളുടെ ലൈക്കാണ് നമ്മളൊരു പ്രചോദനം. അന്നേരം നിങ്ങൾ മാക്സിമം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോ ഇടാനും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു പ്രചോദനമായിരിക്കും. അന്നേരം അതും കൂടെ ഒന്ന് ഓർക്കുക. അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ നമ്മൾ കുമാർ നഴ്സറി കൊല്ലം എന്ന് പറഞ്ഞൊരു പേജുണ്ട്. അത് ഒരിക്കലും മറക്കരുത്. കയറി അതിനകത്തൊന്ന് ഫോളോ ചെയ്യുക. അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജിലും അതിൻ്റെ ലിങ്ക് എല്ലാം തൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കയറി ഒന്ന് ഫോളോ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിലുള്ള അപ്ഡേറ്റ്സ് അഥവാ നമ്മളെ ചാനലിന് എന്തെങ്കിലും പറ്റി പോയാലും നമുക്ക് വീണ്ടും കോൺടാക്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ ചാനൽ ഫേസ്ബുക്ക് പേജ് വഴി നമുക്കത് വീണ്ടും നമ്മളെ ചാനലിലേക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതിനും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ വരെ ശുഭദിനം നേരുന്നു.